ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. നല്ല വയറ്റിന് നല്ല ഫില്ലിങ്ങും കൊടുക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജും ക്യാരറ്റും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത് രണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു പീസിൻ്റെ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മയോണൈസ് ആണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള മയോണൈസ് ഞാനൊരു 2 സ്പൂണോളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അടുത്ത് ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അതും നമ്മുടെ ഒരു 2 സ്പൂണോളം ഇതിന് ആവശ്യമായിട്ടുള്ളത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും കൂടെ കൂട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു എന്താ പറയുക ഫില്ലിങ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മയോണൈസും ഈ ഒരു കെച്ചപ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ എടുക്കുന്നത് 2 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ മാത്രം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഓംലേറ്റ് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മുട്ട നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞു പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂണും കൊണ്ട് കോരി ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിലെല്ലാം സ്പ്രെഡ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു വട്ടം ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഇത് 4 വഴിക്കൂടെ എല്ലാം ഒഴുകി പോകട്ടോ. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഒഴിച്ചെടുക്കുന്നില്ല. നമുക്കൊരു 4 എണ്ണമായിട്ട് ഓരോന്നായിട്ടാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു 4 പീസായിട്ട് ഇതാ മുട്ട നമ്മുടെ ഓംലേറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സിനകത്തോട്ട് ഞാൻ നഗറ്റ്സ് ആണ് കേട്ടോ, ചിക്കൻ നഗറ്റ്സ് ആണ്. അത് വറുത്തിട്ട് ഇതുപോലെ കുഞ്ഞു പീസുകളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ചെറിയ ചിക്കൻ ഫ്രൈ ചെയ്തതൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് എന്താ പറയുക ഒന്ന് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കനും മുട്ടയും ഈ വെജിറ്റബിൾസും ഒക്കെ നമുക്കാണെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കഴിക്കുമ്പോൾ നല്ലൊരു ഹെവി ആയിട്ട് നമുക്ക് ഇപ്പം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു ബ്രഞ്ചായിട്ടൊക്കെ നമുക്കാണെങ്കിലും കഴിക്കാനൊക്കെ നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി എന്താ ഞാനിവിടെ ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള 4 ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് ആ ഫില്ലിങ്സ് എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡിൽ തന്നെ വെക്കണമെന്നില്ല, ചപ്പാത്തിക്കകത്ത് ഫില്ല് ചെയ്താലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ഇടയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ചപ്പാത്തിയിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോഴും നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ചപ്പാത്തിക്കകത്താകുമ്പോഴത്തേക്കിനും അറിയാമല്ലോ, വീറ്റൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ നല്ലതാണ്. ഇപ്പം ഞാൻ ഒരു ഇച്ചിരി സോസ് അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഈ ഫില്ലിങ്സ് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫുള്ളായിട്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് സാൻഡ്വിച്ച് ആകുമ്പോൾ ഒരു ക്രോസായിട്ട് നമുക്ക് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇതൊരു വീഡിയോ എടുക്കുന്നത് മാത്രം ഞാൻ അങ്ങനെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ചിന് ആ ഒരു ഷേപ്പ് ആയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അടിപൊളി സാൻഡ്വിച്ച് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.